രണ്ടാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് റിവിഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. 9 യൂണിറ്റുകളാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ 5 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ വീഡിയോസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഏവർക്കും ഓൺലൈൻ ക്ലാസ്സുകളാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിനെ ഫോക്കസ് ഏരിയ എന്നും നോൺ ഫോക്കസ് ഏരിയ എന്നും തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് ഫോക്കസ് ഏരിയാസിന് ആണ്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് 1 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ, 8 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് 160 മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് 80 മാർക്കിന് എഴുതാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പേപ്പർ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. 2 മാർക്കിന് ആൻസർ ചെയ്യുമ്പോൾ 1-2 സെന്റൻസുകൾ മാത്രം എഴുതുക. 4 മാർക്കിനാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ 4 പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ കുറച്ച് ഒരു അര പേജോളമൊക്കെ ആൻസർ ചെയ്താൽ മതിയാവും. ഇനി 6 മാർക്കിനാണെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 6 പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. എസ്എ ടൈപ്പ് ആണെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 8 പോയിന്റ് ഉണ്ടെങ്കിൽ 8 പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രോബ്ലം എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് മാർക്കുകളുണ്ട്. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കറക്റ്റ് ആക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എക്കണോമിക് എൻവയോൺമെന്റ് ഫോർ മാനേജ്മെന്റ് എന്നതാണ്. ഇതിലെ ഫോക്കസ് ഏരിയ ഇതൊക്കെയാണ്: എക്കണോമിക് എൻവയോൺമെന്റ്, മീനിങ്, എക്കണോമിക് സിസ്റ്റംസ്, എക്കണോമിക് പോളിസീസ്, മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി, നാഷണൽ ഇൻകം, മീനിങ്, ബേസിക് കൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം, പ്രോബ്ലംസ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ബിസിനസ് സൈക്കിൾസ്. എക്കണോമിക് എൻവയോൺമെന്റ് എന്നാൽ ബിസിനസിനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസി, എക്കണോമിക് കണ്ടീഷൻസ് എന്നിവ ബിസിനസിനെ എഫക്ട് ചെയ്യാറുണ്ട്. എക്കണോമിക് സിസ്റ്റം നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യാം. ക്യാപിറ്റലിസത്തിൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. എന്നാൽ സോഷ്യലിസത്തിലാണെങ്കിലോ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്. മിക്സ്ഡ് എക്കണോമി ആണെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം. എക്കണോമിക് പോളിസിയിൽ ഫോക്കസ് ഏരിയയിൽ 2 പോളിസീസേ നമുക്ക് പഠിക്കാനുള്ളൂ: മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും. മോണിറ്ററി പോളിസി അഥവാ പണപരമായ നയം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് മണി സപ്ലൈ ഇൻ ദ കൺട്രി. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നയമാണ്. പൊതു ചിലവുകൾ, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവയെക്കുറിച്ചുള്ള ഗവൺമെൻറ് നയത്തെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസിയെ ക്രെഡിറ്റ് കൺട്രോൾ പോളിസി എന്നും പറയാം. ക്രെഡിറ്റ് കൺട്രോൾ 2 രീതിയിലുണ്ട്: ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡിലൂടെ ടോട്ടൽ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിന് 3 രീതിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായി ബാങ്ക് റേറ്റ്. RBI കൊമേഴ്സ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും തീരുമാനിക്കുന്നതാണ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നാൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി RBI ഗവൺമെൻറ് സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ്. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് 3 എണ്ണമാണ്: മാർജിൻ റിക്വയർമെൻറ്റ്, മോറൽ സുവേഷൻ ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ. നാഷണൽ ഇൻകം എന്നാൽ ഇൻകം ഓഫ് ദ നേഷൻ ആണ്. ഒരു രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ എല്ലാം കൂടെ മണി വാല്യൂവിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം 4 എണ്ണമാണ് പഠിക്കാനുള്ളത്: GDP, GNP, NDP, NNP. GDP എന്നാൽ ഒരു രാജ്യത്ത് ഒരു വർഷം അതിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും എല്ലാം കൂടിയുള്ള മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. എന്നാൽ GNP എന്നാൽ GDPയുടെ കൂടെ വിദേശത്തു നിന്നുള്ള ഇൻകവും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് GNP എന്ന് പറയുന്നത്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ NDP എന്നാൽ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണെങ്കിൽ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ്. പ്രോബ്ലംസ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ അഭാവം,
നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്, അക്കൗണ്ടുകൾ സൂക്ഷിക്കാത്തത്, മിക്സഡ് ഇൻകം, ഡിഫിക്കൽട്ടി ഇൻ അസസ്മെൻറ്റ്, പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ, പബ്ലിക് സർവീസസ് തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ബിസിനസ് സൈക്കിൾസ്. ബിസിനസ് പല അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ ഫ്ലക്ച്വേഷനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ബിസിനസ് സൈക്കിളിന് 4 സ്റ്റേജസ് ആണുള്ളത്: ബൂം, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ബൂം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഒപ്റ്റിമിസമാണ്. സാധാരണ രീതിയിൽ ഔട്ട്പുട്ട് കൂടുതൽ, ഇൻകം കൂടുതൽ, പ്രൈസ് കൂടുതൽ, സാധനങ്ങളുടെ ഡിമാൻഡും കൂടുതൽ, ഹൈ ബിസിനസ്സിൻ്റെ കാലഘട്ടം. എന്നാൽ റിസഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് പെസിമിസമാണ്. ഔട്ട്പുട്ട് കുറയുന്നു, പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കുറയുന്നു ലേബറിൻ്റെ. ഇങ്ങനെ ബിസിനസ് മൊത്തത്തിൽ താഴ്ചയിലേക്ക് പോകുന്ന കാലഘട്ടമാണ് റിസഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് റിസഷൻ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും. അതായത് ഇറ്റ് ഈസ് ദ ലോക്ക്ഡൗൺ ഓഫ് ബിസിനസ് ആണ്. ഇവിടെ ഹ്യൂജ് അൺഎംപ്ലോയ്മെൻറ്റ് ആയിരിക്കും. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിക്കവറിയാണ്. ഡിപ്രഷൻ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യില്ല. ഗവൺമെൻറ് മോണിറ്ററിയും ഫിസിക്കൽ മെഷേഴ്സും എടുത്തു കഴിയുമ്പോഴത്തേക്ക് ബിസിനസ് ഓട്ടോമാറ്റിക്കലി വീണ്ടും ഉയർച്ചയിലേക്ക് പോകും, റിക്കവറി സ്റ്റേജിലേക്ക് പോകും. ബിസിനസ് പ്രൊഡക്ഷനും എംപ്ലോയ്മെൻറ്റും പ്രൈസസും ഒക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നതാണ് റിക്കവറി സ്റ്റേജ് എന്ന് പറയുന്നത്. എക്കണോമിക് എൻവയോൺമെന്റ് എന്താണെന്ന് 2 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്കണോമിക് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു എക്കണോമിക് സിസ്റ്റം, ക്യാപിറ്റലിസമോ സോഷ്യലിസമോ മിക്സ്ഡ് എക്കണോമിയോ ഏതെങ്കിലും ഒന്ന് 2 മാർക്കിന് ചോദിക്കാം. അടുത്തതായി മോണിറ്ററി പോളിസി നോക്കുകയാണെങ്കിൽ മോണിറ്ററി പോളിസിയിൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഏതെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സോ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സോ വേണമെങ്കിൽ 6 മാർക്കിന് ചോദിക്കാം. അതിൽ തന്നെ ബാങ്ക് റേറ്റ് ഒക്കെ വേണമെങ്കിൽ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഫിസിക്കൽ പോളിസി, എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് 2 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു 1 വേർഡ് ഗവൺമെന്റിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള നയം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നാഷണൽ ഇൻകം എന്താണ് എന്നൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ബേസിക് കൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം, GDP, GNP, NDP, NNP. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതിന്റെ ഫുൾ ഫോം ആണെങ്കിൽ 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ GDP എന്താണ്, NNP എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. 2 മാർക്കിനാണെങ്കിൽ നിങ്ങൾ 1 or 2 സെന്റൻസ് എഴുതിയാൽ മതിയാവും. പ്രോബ്ലംസ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം, നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ 8 മാർക്കിന് ചോദ്യം ചോദിക്കാം. അതല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കാം. ഇനി ബിസിനസ് സൈക്കിൾ 4 മാർക്കിന് ചോദിച്ചാൽ ഈ ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ മാത്രം എഴുതിയാൽ മതിയായിരിക്കും. എന്നാൽ 6 മാർക്കിനാണ് ബിസിനസ് സൈക്കിൾ എങ്കിൽ നിങ്ങൾ ഡയഗ്രം വരച്ച് 4 ഫേസസും എഴുതേണ്ടതായിട്ട് വരും. നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇതിന്റെ ഫോക്കസ് ഏരിയ വർക്കിംഗ് ക്യാപിറ്റൽ, മീനിങ്, കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, factors determining working capital requirements, operating cycle and dangers of inadequate working capital. വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ അഫയേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ്. അടുത്തതായി കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. 2 കൺസെപ്റ്റ് ആണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് എന്നാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസെറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് എന്നാൽ കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിന്റെയും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെയും പ്രോബ്ലംസ് പഠിച്ചിരിക്കുക. ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം തൊട്ട് തിരിച്ച് അയാളുടെ കയ്യിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള ടൈം. ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാഷ് റോ മെറ്റീരിയലായി മാറുന്നു, റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയും, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ നടക്കുന്നു, ക്യാഷ് സെയിലാണെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് കിട്ടുന്നു, ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളുമായി മാറുന്നു, അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു. ഒരു ട്രേഡിംഗ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണെങ്കിൽ ക്യാഷ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ നടക്കുന്നു, ക്യാഷ് സെയിലാണെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് കിട്ടുന്നു, ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളുമായി മാറുന്നു, ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും ക്യാഷായി മാറുന്നു.
ഒരു ഫിനാൻസിങ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണെങ്കിൽ ക്യാഷ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഡെറ്റേഴ്സ് ഉണ്ടാകുന്നു. ഡെറ്റേഴ്സ് തിരിച്ച് ലോൺ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ വീണ്ടും ക്യാഷായിട്ട് മാറുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ തീരെ ചെറുതാണ്. ക്യാഷ്, ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് വീണ്ടും ക്യാഷ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. വർക്കിംഗ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ബിസിനസ്സിൻ്റെ നേച്ചർ, ബിസിനസ്സിൻ്റെ സൈസ്, പ്രൊഡക്ഷൻ സൈക്കിൾ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ, റേറ്റ് ഓഫ് ടേൺ ഓവർ, ബിസിനസ് സൈക്കിൾ, ക്രെഡിറ്റ് പോളിസി, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ഡേഞ്ചേഴ്സ് ഓഫ് ഇൻആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് വർക്കിംഗ് ക്യാപിറ്റൽ കുറവായാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ടുകൾ നഷ്ടമാകുന്നു, ക്യാഷ് ഡിസ്കൗണ്ട് നഷ്ടമാകുന്നു, സെയിൽ ചുരുങ്ങുന്നു, ഫിക്സഡ് അസറ്റ് നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് കുറയ്ക്കേണ്ടി വരുന്നു, ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ഇല്ലാതാവുന്നു, ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതാവുന്നു, ബിസിനസ് മൊത്തത്തിൽ ഫെയിലിയറിലേക്ക് നയിക്കപ്പെടുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം 2 മാർക്കിന്. അല്ലെങ്കിൽ ഡേ ടു ഡേ അഫയേഴ്സിന് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ എന്ത് പറയുന്നു എന്നുള്ളത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിച്ചിരിക്കുക, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിച്ചിരിക്കുക. 1 വേർഡ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം, 2 മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിനെയും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെയും പ്രോബ്ലങ്ങൾ നോക്കി വെച്ചിരിക്കുക. പ്രോബ്ലം ചിലപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണെങ്കിൽ 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഒന്നിച്ച് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരാം, അതുപോലെ ഒരു ട്രേഡിംഗ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരാം, അതുപോലെ തന്നെ ഫിനാൻസിംഗ് കമ്പനിയുടെയും ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ചിലപ്പോൾ ഒരു ഡയഗ്രാം തന്ന് ഫില്ല് ചെയ്യാനെങ്ങാണ് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അതേപോലെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 എണ്ണമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. വർക്കിംഗ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ 8 മാർക്കിന് ചോദിക്കാം. അതേപോലെ ഡേഞ്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇൻആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഇൻസഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 8 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാം. ഇനി 6 മാർക്കിന്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 6 ഡേഞ്ചേഴ്സ് പറഞ്ഞാൽ മതിയാകും. ചാപ്റ്റർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇതിന്റെ ഫോക്കസ് ഏരിയാസ്: മീനിങ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, സ്റ്റെപ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, നോൺ ഡിസ്കൗണ്ടിംഗ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ്, payback period and accounting rate of return, discounted cash flow methods, net present value problem. Long run investment decision or capital budgeting. ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യുക, ഓൾട്ടർനേറ്റീവ്സ് സ്ക്രീൻ ചെയ്യുക, ഫീസിബിളായിട്ടുള്ള ആൾട്ടർനേറ്റീവ് അനലൈസ് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് ഓതറൈസേഷന് വേണ്ടി ഹയർ ലെവൽ മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യുക, ലാസ്റ്റ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് റിപ്പോർട്ട് കൊടുക്കുക. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. 2 മെത്തേഡുകളാണുള്ളത്. നോൺ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. രണ്ടാമത്തത് ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ഓർ മോഡേൺ മെത്തേഡ്സ്. നോൺ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് 2 ടൈപ്പാണുള്ളത്: പേ ബാക്ക് പീരീഡും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേണും. പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര വർഷം കൊണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ARR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ഓർ ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ പല മെത്തേഡുകളുണ്ട്. NPV, IRR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് NPV മാത്രമാണ്.
പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് NPV എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ നിന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ് എന്നൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പേ ബാക്ക് പീരീഡിൽ നിന്നും പേ ബാക്ക് പീരീഡിന്റെ പ്രോബ്ലംസും 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ARR എന്താണെന്ന് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരു 6 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ NPV എന്ന് പറയുന്നത് ഒരു 8 മാർക്കിന്റെ പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിസ്കൗണ്ടഡ് മെത്തേഡ്സും നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡ്സും A പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. Fourth chapter, Production and Operations Management. Production Management Meaning. Difference between production and operation. Major decisions of production management. Strategic, tactical and operational. Plan location and factors affecting plan location. Plan layout and different types of plan layout. പ്രൊഡക്ഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് വാല്യൂ. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനും ഓപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുക. പ്രൊഡക്ഷനിൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ആണെങ്കിൽ റെൻഡറിങ് ഓഫ് സർവീസാണ്. പ്രൊഡക്ഷനിൽ ടാഞ്ചിബിൾ പ്രോഡക്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓപ്പറേഷനിലാണെങ്കിൽ ഇൻടാഞ്ചിബിൾ ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനുമായി റിലേറ്റഡ് ആണ്. ഓപ്പറേഷൻ ആണെങ്കിൽ മാനുഫാക്ചറിങ്ങും നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനുമായി റിലേറ്റഡ് ആണ്. പ്രൊഡക്ഷൻ എപ്പോഴും ഒരു നാരോ സെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ ആണെങ്കിൽ ബ്രോഡ് സെൻസിലാണ് ഉപയോഗിക്കുന്നത്. പ്രൊഡക്ഷനിൽ ഇൻവെൻട്രീസ് ഉണ്ട്. ഓപ്പറേഷനിലാണെങ്കിൽ ഇൻവെൻട്രീസ് ഇല്ല. മേജർ ഡിസിഷൻസ് ഓഫ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് ഡിസിഷൻസ്, ടാക്ടിക്കൽ ഡിസിഷൻ ആൻഡ് ഓപ്പറേഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ്. ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിസിഷൻസ് ആണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതെടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. പുതിയൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുള്ള മെഷീൻസ് വാങ്ങുക, ഇതൊക്കെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആയിട്ട് വരാം. ടാക്റ്റിക്കൽ ഡിസിഷൻ എന്നാൽ ഹ്രസ്വകാല തീരുമാനങ്ങളാണ്. ഇതെടുക്കുന്നത് പ്രൊഡക്ഷൻ മാനേജറാണ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ്, പ്രൊഡക്ഷൻ കൺട്രോൾ, ഇൻവെൻട്രി കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, ഇതൊക്കെയാണ് ടാക്റ്റിക്കൽ ഡിസിഷനിൽ വരുന്നത്. ഓപ്പറേഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് നടത്തുന്നത് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആര് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. പ്ലാൻ ലൊക്കേഷൻ. ഒരു എന്റർപ്രൈസ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് പ്ലാൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലാൻ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ ഘടകങ്ങളുണ്ട്. റോ മെറ്റീരിയൽ കിട്ടുന്നിടത്തായിരിക്കണം, മാർക്കറ്റിനടുത്തായിരിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ളിടത്തായിരിക്കണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ലേബേഴ്സ് അവൈലബിൾ ആയിരിക്കണം, ഗവൺമെൻറ് പോളിസീസ് നോക്കണം, ക്ലൈമറ്റ് കണ്ടീഷൻസും നോക്കണം. പ്ലാൻ ലേഔട്ട്. പ്രൊഡക്ഷൻ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടി ഫിസിക്കൽ ഫെസിലിറ്റീസ് ആയിട്ടുള്ള മെഷീൻസും എക്യുപ്മെന്റ്സും ടൂൾസും ഫർണിച്ചറും ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പ്ലാൻ ലേഔട്ട്. 4 ടൈപ്പാണ് പ്ലാന്റ് ലേഔട്ട് ഉള്ളത്. പ്രോഡക്റ്റ് ലേഔട്ട്, പ്രോസസ് ലേഔട്ട്, കമ്പൈൻഡ് ലേഔട്ട്, സ്റ്റേഷനറി ലേഔട്ട്. പ്രോഡക്റ്റ് ലേഔട്ടിൽ മെഷീൻസ് ഒരു ലൈനിൽ അറേഞ്ച് ചെയ്തിരിക്കും. ഒരു മെഷീൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്ത മെഷീൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. പ്രോസസ് ലേഔട്ടിൽ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന മെഷീൻസും എക്യുപ്മെൻസും എല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ സെക്ഷനിലോ അറേഞ്ച് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. കമ്പൈൻഡ് ലേഔട്ട് എന്ന് പറയുന്നത് പ്രോസസ് ലേഔട്ടിൻ്റെയും പ്രോഡക്റ്റ് ലേഔട്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. സ്റ്റേഷനറി ലേഔട്ട് ഓർ ഫിക്സഡ് പൊസിഷൻ ലേഔട്ടിൽ മെറ്റീരിയൽ ബൾക്കി ആയിരിക്കുന്നതുകൊണ്ട് ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ആ സ്പോട്ടിലേക്ക് മെന്നിനെയും എക്യുപ്മെൻസിനെയും എത്തിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നടത്തും. പ്രൊഡക്ഷൻ മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമതായി പ്രൊഡക്ഷനും ഓപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു എസ്സേ ആണ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്ലാന്റ് ലൊക്കേഷൻ എന്നത്. അതുപോലെ തന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്താണ്, ടാക്ടിക്കൽ ഡിസിഷൻ എന്താണ്, പ്രൊഡക്ഷൻ പ്ലാനിങ് എന്താണെന്ന് വരാം.
1 മാർക്കിനാണെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ടാക്ടിക്കൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാന്റ് ലേ ഔട്ട്, ഏതെങ്കിലും ഒരു ലേ ഔട്ടിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ലേ ഔട്ട് ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ഇതിന്റെ ഫോക്കസ് ഏരിയാസ്: ക്വാളിറ്റി, മീനിങ് ആൻഡ് ഡെഫിനിഷൻ. Dimensions of quality with diagram. Product 8 dimension. Service quality 5 dimensions. ISO meaning, ISO 9000, 2000 meaning. ക്വാളിറ്റി എന്നാൽ ഒരു പ്രോഡക്റ്റിൽ അഥവാ സർവീസിൽ ഉണ്ടായിരിക്കേണ്ട ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതാണ് ഒരു ബയറിനെ ആ സാധനം അതല്ലെങ്കിൽ ആ സേവനം വാങ്ങുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത്. ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി: ഒരു പ്രോഡക്റ്റ് അതല്ലെങ്കിൽ ഒരു സർവീസിന്റെ പല പല ക്വാളിറ്റിയും നോക്കിയാണ് ആ പ്രോഡക്റ്റ് അഥവാ സർവീസ് നമ്മൾ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ 8 ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി എന്നത് പെർഫോമൻസ്, ഫീച്ചേഴ്സ്, റിലയബിലിറ്റി, കൺഫോമൻസ്, ഡ്യൂറബിലിറ്റി, സർവീസബിലിറ്റി, ഈസ്തറ്റിക്സ് ആൻഡ് പെർസെപ്ഷൻ. 5 ഡയമെൻഷൻസ് ഓഫ് സർവീസ് ക്വാളിറ്റി എന്ന് പറയുന്നത് ടാഞ്ചിബിൾസ്, റിലയബിലിറ്റി, റെസ്പോൺസീവ്നെസ്, അഷ്വറൻസ് ആൻഡ് എമ്പതി. ISO എന്നാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡിയാണ്. ഒരു കൂട്ടം അന്തർദേശീയ ഗുണനിലവാര മാനേജ്മെൻറ്റ് വ്യവസ്ഥാ നിലവാരങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ISO 9000 സ്റ്റാൻഡേർഡിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. ക്വാളിറ്റി മാനേജ്മെന്റിൽ നിന്ന് വളരെ കുറച്ച് പോർഷനാണ് ഫോക്കസ് ഏരിയാസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വാളിറ്റി എന്താണെന്ന് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, അതായത് ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി, നമുക്കൊരു 6 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സർവീസ് ക്വാളിറ്റി ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 5 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ വീഡിയോസ് ആണ് നമ്മൾ ഈ പാർട്ടിൽ ചെയ്തത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.